നമസ്കാരം. കാശിക്ക് തുല്യമായ ഭൈരവമൂർത്തിയുള്ള തിരുസ്ഥലവും സമ്പദ് സമൃദ്ധിയും മനസമാധാനവും ആഗ്രഹിക്കുന്ന ഭക്തർ സന്ദർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு പാൽവണ്ണനാഥർ തിരുക്കോവിൽ തിരുക്കഴിപ്പാലെ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കടലൂർ ജില്ലയിൽ ചിദംബരത്തിനടുത്ത് ശിവപുരി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ പാൽവണ്ണനാഥർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി വേദനായികി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിന് ഭൈരവർ കോവിൽ എന്നും നാമമുണ്ട്. ചിദംബരത്തിൽ നിന്നും 13 കിലോമീറ്റർ തെൻകിഴക്ക് കൊള്ളിടം നദിക്കരയിൽ കാരമേട് എന്ന ഇടത്തിലുണ്ടായിരുന്ന തിരുക്കഴിപ്പാലെ എന്ന തിരുസ്ഥലം നദിയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായും വിഗ്രഹങ്ങൾ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചതായും പറയപ്പെടുന്നു. ഈ സ്ഥലം ഒരു കാലത്ത് ഉപ്പങ്കഴിക്കരയിൽ ഇരുന്നതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ തിരുക്കഴിപ്പാലെ എന്ന നാമം വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ളതും 63 നായന്മാരുടെ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ നാലാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധരും തിരുനാവുക്കരശരും സുന്ദരമൂർത്തി നായനാരും ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പതികവും തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെക്കുറിച്ച് തിരുപ്പുകഴിലും പാടിയിരിക്കുന്നു. സമ്പദ് സമൃദ്ധിക്കും മനസമാധാനത്തിനും ഭക്തർ വന്നു പോകുന്ന ക്ഷേത്രമാണിത്. അഗസ്ത്യ മഹർഷിക്ക് ശ്രീപരമേശ്വരനും പാർവതീദേവിയും വിവാഹവേഷത്തിൽ ദർശനം കൊടുത്ത പല സ്ഥലങ്ങളിൽ ഇതും ഒന്ന്. വിശ്വാമിത്ര മഹർഷി ഇവിടത്തെ മൂലവരെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കപില മഹർഷി ഭൂലോകത്തിലുള്ള ഓരോ ശിവസ്ഥലങ്ങൾ സന്ദർശിച്ചു വരവെ ഇവിടെയുള്ള വില്ലുവനത്തിൽ താമസിച്ച് ശിവപൂജ ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ഭാഗത്തുള്ള മണൽ മുഴുവനും തൂവള നിറത്തിൽ കണ്ടതിനാൽ ആശ്ചര്യപ്പെട്ട് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഈ ഭാഗത്ത് മേയാൻ വരുന്ന സർവ്വ പശുക്കളും സ്വയം പാൽ ചുരുത്തുന്നത് കണ്ട് ഈ പാൽ എല്ലാ ഭാഗത്തും പരന്നതിനാലാണ് മണൽ വെള്ളനിറമായതെന്ന് മനസ്സിലാക്കി. അദ്ദേഹം ആ മണൽ കൊണ്ടൊരു ചെറിയ ശിവലിംഗം ഉണ്ടാക്കി ശിവപൂജ ചെയ്തു വന്നു. ഒരു നാൾ ആ വഴി വന്ന രാജാവിന്റെ കുതിരയുടെ കുളമ്പ് തട്ടി ശിവലിംഗം സ്വല്പം പിളർന്നു. കപില മഹർഷി വിഷമത്തോടെ പിളർന്ന ശിവലിംഗം മാറ്റി വേറൊരു ശിവലിംഗം പ്രതിഷ്ഠിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ശിവപാർവതിമാർ മഹർഷിക്ക് ദർശനം കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു: മുനീശ്വര, പശുവിന്റെ പാൽ കലർന്ന വെണ്ണിറ മണലിൽ നിർമ്മിച്ച ശിവലിംഗം പിളർന്നതായിരുന്നാലും അത് അങ്ങനെ തന്നെ പൂജിക്കുക. കാമധേനു പശു പാൽ ചുരത്തിയ ഇടമാണിത്. അതിനാൽ ഈ ലിംഗത്തെ പൂജിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും ലഭിക്കും. മഹർഷി പിന്നീട് ആ ശിവലിംഗം തന്നെ പൂജിച്ചു എന്നാണ് കഥ. കാമധേനു പാൽ ചുരുത്തിയ മണലിൽ നിർമ്മിച്ച ശിവലിംഗമായതിനാൽ ഭഗവാന്റെ നാമം പാൽവണ്ണനാഥർ എന്നായി മാറി. ആ പിളർന്ന ശിവലിംഗം തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിലുള്ളത്. പണ്ട് ലിംഗം പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ഇടം ഇന്നും വെള്ളമണൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും ഏകദേശം 1 ഏക്കർ വിസ്താരമുള്ളതും 3 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്നതുമായ അരുൾമിகு പാൽവണ്ണനാഥർ തിരുക്കോവിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന നാട്ടുമന്നന്മാർ പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. ഈ ക്ഷേത്രത്തിലെ കാലഭൈരവർ വളരെ പ്രസിദ്ധിയുള്ളതാണ്. കാശിയിലെ ഭൈരവരെ പോലെ നായ്വാഹനമില്ലാതെ ഏകദേശം 4 അടി ഉയരത്തിൽ 27 തലയോടുകൾ മാലയായി അണിഞ്ഞാണ് ഭൈരവമൂർത്തി നിൽക്കുന്നത്. ഇവിടെയുള്ള ഭൈരവരെ പ്രാർത്ഥിച്ചാൽ കാശി ഭൈരവരെ പ്രാർത്ഥിക്കുന്നതിന് തുല്യം എന്നാണ് പറയുന്നത്. വാരണാസിയിലെ ശില്പി തന്നെയായിരിക്കാം ഈ ഭൈരവരുടെ സൃഷ്ടിക്ക് പിന്നിലും എന്നാണ് അനുമാനം. കൃഷ്ണപക്ഷ അഷ്ടമി ഇവിടെ ഗംഭീരമായി കൊണ്ടാടുന്നു. കേസ്, വഴക്ക്, കോടതി വ്യവഹാരങ്ങൾ, ആഭിചാരങ്ങൾ എന്നിവ മാറാൻ ഭക്തർ ഇവിടത്തെ അഷ്ടമി പൂജയിൽ പങ്കുകൊള്ളുന്നു. രാജഗോപുരത്തിന് മുൻവശത്തായി ഒരു നന്ദിശിലയുണ്ട്. രാജഗോപുരത്തിനകത്തായി അധികാര നന്ദിക്കും ഭാര്യയ്ക്കും പ്രതിഷ്ഠയുണ്ട്. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും ദർശിച്ചാൽ പ്രധാന സന്നിധിയായി. ഇവിടത്തെ നടരാജസഭയിലെ നടരാജമൂർത്തിയുടെ മുടി നടനം ആടിക്കഴിഞ്ഞ രൂപത്തിലാണ്. ശിവകാമി അമ്പാൾ തന്റെ തോഴിമാരായ വിജയ, സരസ്വതി എന്നിവരോടൊപ്പം നിൽക്കുന്നു. തൊഴിൽ അഭിവൃദ്ധിക്ക് ഈ ക്ഷേത്രത്തിലെ വിജയവിനായകർക്ക് ഭക്തർ സങ്കടഹര ചതുർത്ഥിയിൽ അഭിഷേകം നടത്തുന്നു. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ ചെറിയ വെണ്ണിറ ശിവലിംഗമായി സ്വയംഭൂവായി പാൽവണ്ണനാഥർ എന്ന നാമത്തിൽ ദർശനം തരുന്നു. ശിവലിംഗത്തിൽ കുതിരക്കുളമ്പ് കൊണ്ടതിന്റെ പിളർപ്പുണ്ട്. ഈ ശിവലിംഗത്തിൽ പാലഭിഷേകം നടത്തുമ്പോൾ ശിവലിംഗത്തിൽ കുഴിയുള്ള ഭാഗത്ത് പാൽ തങ്ങി നിൽക്കും. ആ പാൽ ഭക്തർക്ക് പൂജാരി പ്രസാദമായി കൊടുക്കുന്നു. ശിവലിംഗത്തിൽ പാലഭിഷേകം നടത്തി ആ പാൽ സേവിച്ചാൽ സന്താനഭാഗ്യം നിശ്ചയം എന്നാണ് വിശ്വാസം. ശിവലിംഗത്തിന് പിന്നിൽ ശിവപാർവതിമാരുടെ തിരുമണക്കോലം ചുമരിലുണ്ട്. മുഖമണ്ഡപത്തിൽ തെക്ക് ദർശനമായാണ് ദേവി വേദനായികി കുടികൊള്ളുന്നത്. ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ വിവാഹഭാഗ്യം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളല്ലാതെ വിനായകർ, ശ്രീമുരുകൻ, നടരാജർ, ശിവകാമി, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മേയ്പൊരുൾ നായനാർ, സേക്കിഴാർ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, ദുർഗ, ചണ്ഡികേശ്വരർ, ബാലഗണപതി, ചതുർദുർഗ, നാഗർ, നവഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ആത്മലിംഗം, ജ്യോതിർലിംഗം, ഒൺട്രീശ്വരർ, മിന്നൊളി അമ്മൻ, കാലഭൈരവർ, കിരാതമൂർത്തി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം പഞ്ചസാഗര തീർത്ഥം, കൊള്ളിടം 6. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൈപ്പൂയം, നവരാത്രി, കാർത്തിക സോമവാരം, ഐപ്പശി അന്നാഭിഷേകം, മാർഗഴി തിരുവാതിര എന്നീ ദിനങ്ങൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്.
പൂജാ സമയം രാവിലെ 7 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ചിദംബരത്ത് നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചിദംബരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.